ഇന്നത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഈ വൈറ്റ് ഡ്രസ്സ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഫ്ലവേഴ്സില്ലേ, ഇത് ഏകദേശം ഒരു 50 എണ്ണത്തോളം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കയറി കാണണേ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനൊരു 4 ഡിസൈൻസോളം ഇതിൽ അറേഞ്ച് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് ലാസ്റ്റ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഡിസൈൻ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഒന്നുകിൽ നമുക്ക് ഈ ഗം വെച്ച് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടെ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ വൈറ്റ് ഡ്രസ്സല്ലേ, ഇപ്പോൾ വൈറ്റ് ത്രെഡ് കൊണ്ട് ഒന്നും കൂടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ച് വേണം കേട്ടോ കൈകാര്യം ചെയ്യാൻ. അതിനുശേഷം ഇതുപോലെ ഗ്രീൻ കളറിലെ സ്റ്റോൺസും കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ലീഫ് പോലെ തോന്നിക്കാനായിട്ട്. 45 ഇഞ്ചോളം ലെങ്ത്ത് വരുന്ന അംബല്ല സ്കേർട്ട് കുർത്തിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 3/4 സ്ലീവാണ് ആഡ് ചെയ്തേക്കുന്നത്. നെക്ക് പോർഷനിൽ മാത്രമല്ല കേട്ടോ, യോക്കിൻ്റെ ഒരു കോർണറിലായിട്ടും ഈ ഫ്ലവേഴ്സ് ചെറിയ രീതിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യോക്കിൻ്റെ കോർണറിൽ ഇങ്ങനെ കേട്ടോ ചെറിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. നെക്ക് പോർഷൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ. ഇതിലിപ്പോൾ 3 കളർ ഫ്ലവേഴ്സ് ആട്ടോ ആഡ് ചെയ്തേക്കുന്നത്, നേവി ബ്ലൂ, റോയൽ ബ്ലൂ, പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വൈറ്റ് കളറിൽ ബ്ലൂവിൻ്റെ ഈ 3 ഷെയ്ഡ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കണേ. ബൈ.